ദാണ്ട വരുന്ന ജലദുരന്തം എല്ലാം വെള്ളം കുടിച്ച് രക്തവെള്ളം കുടിച്ച് മരിക്കും. എല്ലാ അച്ചായന്മാരും ഇപ്പം കേട്ടോണം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആകാശത്തിൽ നിന്ന് നക്ഷത്ര സ്ഫോടനം പോലെ മല പൊട്ടിയാൽ, ഒന്ന് അഗസ്ത്യാർ മല, നിങ്ങളുടെ തൊട്ടടുത്ത് നെയ്യാർ അഗസ്ത്യാർ മല വീഴും. രണ്ട് അരുവിക്കര ഡാം വീഴും. അത് കഴിഞ്ഞ് ഒറ്റശേഖരമംഗലത്ത് കിണറ്റിനകത്ത് വീഴും. അതിനകത്ത് കടലിനകത്തും വീഴും. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എല്ലാവരും ഇത് കേൾക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ഈ സ്റ്റാർ വാർസ് നക്ഷത്രങ്ങൾ വീഴുന്നത്. അതിനാസ്പദമായി എന്താ സംഭവിക്കുന്നത്? കിണറ്റിനകത്ത് വീഴും, മലയിൽ വീഴും, അരുവിക്കര ഡാമിൽ വീഴും. അന്ത്യകാലം രാവിലെ 5:30 മണിക്ക് ഒരാൻറ്റി അച്ചായന് ചായ ഇടാൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാൽ എല്ലാവരും കേൾക്കണം, വരാൻ പോകുന്നത് രക്തവെള്ളം. തീർന്നില്ല. നെയ്യാറിൻ്റെ കൈവഴി അതാണ്ട് നിങ്ങളുടെ തൊട്ടപ്പുറത്ത് മണ്ഡപത്തിൻ കടവ് കൂടെ വന്നിട്ട് ബിരായി മൂട്ടി കൂടെ പോകുന്നേ. അങ്ങനെയെങ്കിൽ അഗസ്ത്യാറിലൊന്ന് വീണാൽ പന്ത വഴി വരുന്ന വെള്ളം മുഴുവൻ രക്തവെള്ളം. അത് കഴിഞ്ഞിട്ട് അരുവിക്കര ഒരെണ്ണം വീണാൽ തിരുവനന്തപുരം പട്ടം കേശവദാസപുരം സ്റ്റാച്യു സെക്രട്ടേറിയറ്റ് എല്ലാം ഡാമിലെ വെള്ളം രക്തവെള്ളം. അങ്ങനെയെങ്കിൽ കടലിനകത്തും ചിറയ്ക്കകത്തും വീണാൽ രക്തവെള്ളം. നാടൻ മലയാളം. 5:30 സഹോദരി എഴുന്നേറ്റ് കാപ്പിയിടുന്നത് രക്തവെള്ളം. 7:30 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാൻ ടാപ്പ് തുറക്കും. നെയ്യാർ ജലവൈദ്യുത പദ്ധതി നോക്കുമ്പോൾ ടാപ്പിനകത്ത് രക്തവെള്ളം. അപ്പോൾ ആരാണ്ട് പറയും കള്ളിക്കാട് ചിറയുണ്ട്, അവിടെ പോയാൽ തുണി കഴുകാം. അതുകൊണ്ട് ആക്റ്റീവയ്ക്കകത്ത് എല്ലാം കൂടെ കെട്ടി കള്ളിക്കാട് ചിറയെ കഴുകാൻ പോകുമ്പോൾ അവിടെയും കിടക്കുക നക്ഷത്രങ്ങൾ വീണത്, അവിടെയും രക്തവെള്ളം. അതിൻ്റെ പേരാ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ജലദുരന്തം. ദാ കിടക്കുന്ന സോമാലിയ വീണത് ദൈവമക്കൾ കാണട്ടെ. അന്ത്യകാല സയൻസ് എല്ലാവരും കേട്ടോണോ? സോമാലിയ വീണ് കിടക്കുക ജലദുരന്തം. കാന്തൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ കാപ്പിയിടുന്നത് രക്തവെള്ളം, തുണി കഴുകുന്നത് രക്തവെള്ളം, കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നത് രക്തവെള്ളം. അപ്പച്ച അമ്മച്ചി ആര്യങ്കോട്, ആ രക്തവെള്ളം നമ്മുടെ അടുപ്പിനകത്ത് കാപ്പി ഇടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം നമ്മുടെ ഉടുപ്പ് കഴുകുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. എന്നൊക്കെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മശിഹ കാൽവറിയിൽ പരമയാഗമായി ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? പാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു, എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു, എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ചി ചീന്തി, എനിക്ക് ദാഹിക്കുന്നു, സകലത് നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ശ്രദ്ധയോടൊരു സൈന്യാധിപൻ കുന്തമെടുത്തു, പടയാളി ഏറ്റെടുത്തു, ടെറ്റലസ്റ്റായി എൻ്റെ യേശുവിൻ്റെ ചങ്കിനകത്ത് കുത്തി 5 ലിറ്റർ രക്തവും വെള്ളവും ഒഴിയെങ്കിൽ ഇവിടെ രക്തമഴ പെയ്യുന്നതിന് മുമ്പ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. ആര്യൻകോട് ചന്തേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥൻ്റെ വരവിൻ്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. 2ാമത് രാത്രിയിലും മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിൻ്റെ നാമം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 5ാമത്തെ ഒരു സയൻസ് കഴിഞ്ഞ് ഇടവേള, പിന്നെ 2 കാര്യം കൂടെ കഴിയുമ്പോൾ ഈ രാത്രി നിർത്തുക. അങ്ങനെയെങ്കിൽ 3ാമത് ഭൂകമ്പം. എല്ലാവരും കേട്ടോണം, സകല സ്ഥലത്തും ഭൂകമ്പങ്ങൾ. അതായത് വെനീസ്വലയിലെ ഭൂകമ്പം. പാസ്റ്റർ കഴിഞ്ഞ ദിവസം നോട്ടീസ് അടിച്ചപ്പോൾ കൊളംബിയായി തീപ്പെട്ടി മറിയുന്നുള്ളിലെ ഭൂകമ്പം. വെനീസ്വലയിലെ ഭൂകമ്പത്തിലെ രക്തചന്ദ്രനെ കാണുന്നത്. നമ്മുടെ സെൻറ്റർ സൂര്യൻ, താഴെ ഭൂമി, ചന്ദ്രന് ഒരു പ്രകാശമില്ല. ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന പ്രകാശമാണ് ചന്ദ്രനിൽ കയറുന്നത്. ഭൂമിക്ക് പ്രകാശം കിട്ടിയിൽ ചന്ദ്രന് വരുന്നത് ആ രക്തചന്ദ്രൻ. അതാ വെനീസുലെ രക്തചന്ദ്രൻ. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ ഭൂകമ്പം. എല്ലാവരും ഈ കാര്യം കൂടെ കേട്ടോണം. നാട്ടുകാർക്ക് ഓൺലൈനിൽ അയച്ചു കൊടുക്കണം. നാം പാർക്കുന്ന ഭൂമി എല്ലാവരും കേട്ടാട്ടെ. 5.25 കോടി കിലോമീറ്ററാണ് ഭൂമി. അതിൽ 3.25 ലക്ഷം കോടി കിലോമീറ്റർ വെള്ളമാണ്. 1/2 ഭാഗം. ഭൂമിക്ക് എത്ര തട്ടുണ്ട്? 4 തട്ട്. 1ാമത്തെ തട്ട് ക്രിസ്റ്റ്, അതിൻ്റെ പേരാ വെള്ളം കിട്ടും, എല്ലാം 80 കിലോമീറ്റർ. 2ാമത്തെ തട്ട് 2000 കിലോമീറ്ററാണ്. അതിൻ്റെ പേരാ മാൻഡഡ്. മാൻഡഡിനടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, പാണ്ടിലോറിക്ക് വെച്ചിരിക്കുന്ന പ്ലേറ്റ്, ടെക്ടോണിക് പ്ലേറ്റ്. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ടാണ് സങ്കീർത്തനം 104 ഭൂമിയെ ഒരു കാലത്തും ഇളകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. വീണ്ടും അടുത്തത് ഇയ്യോബിനോട് സ്വർഗം ചോദിച്ചു. പെന്തിക്കോസ്തുകാർ വാക്യം വായിക്കേണ്ട മോളെ, ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? പ്രഭാതത്തിൽ പ്രപഞ്ച നക്ഷത്രങ്ങൾ ഘോഷിച്ചുല്ലസിച്ചപ്പോൾ നീ എവിടെയായിരുന്നു? മകേരത്തിൻ്റെ രാശി ചക്രങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? കാർത്തികയുടെ ചങ്ങലെ ബന്ധിക്കാവോ? അപ്പോൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ട ആശാരി ആരാ? ബാലരാമപുരം ഗോപിനാഥൻ ആശാരി അല്ല, സ്വർഗത്തിലെ ദൈവ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി. അപ്പോൾ ടെക്ടോണിക് പ്ലേറ്റ്. 1ാമത്തെ പ്ലേറ്റാണ് നെയ്യാറ്റിൻകരയിൽ കൂടെ പോകുന്നത്. അതിലെ കൂടെ ഭാരത് ജോഡോ യാത്ര
ആര് നടത്തി? രാഹുൽ ജി. കന്യാകുമാരി, കാശ്മീർ, അത് കഴിഞ്ഞ് പാകിസ്ഥാൻ, അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഗൾഫ് രാജ്യം, തുർക്കി. ഒന്നാമത്തെ പ്ലേറ്റ് ടെക്ടോണിക്. രണ്ടാമത്തെ പ്ലേറ്റ് ന്യൂഡൽഹി, ബർമ, റംഗൂൺ, തായ്വാൻ, UK വരെ പോകുന്നത്. അതിൻ്റെ പേരാ ടിബറ്റൻ പ്ലേറ്റ്. PSC എഴുതുന്ന കുഞ്ഞുങ്ങൾ ഇതൊക്കെ എഴുതിക്കോ, അന്ത്യകാലമാണ്. അതുകൊണ്ട് ഗുജറാത്ത് കുലുങ്ങുമ്പോൾ കൊച്ചി കുലുങ്ങും, ദുബായ് കുലുങ്ങുമ്പം ഗുജറാത്തും കുലുങ്ങും. എല്ലാം ഒരു കമ്പിയില്ല, പാണ്ടിലോറിയുടെ കമ്പി കിടക്കുന്ന പോലെ. സ്വോത്രം, അന്ത്യകാലം. അത് കഴിഞ്ഞ് നാലാമത്തെ ഒരു തട്ടുണ്ട്. അതിൻ്റെ 1 സ്ലീപ്പർ, 2 ജനറൽ, 3 തേർഡ് AC. മനസ്സിലാക്കുന്നവർക്കായി അതിൻ്റെ പേരാ 1 പാതാളം, 2 പുറത്തെ ഇരുട്ട്, 3 യാതനാസ്ഥലം. സ്വോത്രം. അങ്ങനെ പോയ ഏതെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയൊരു അച്ചായനുണ്ട്, ലൂക്കോസ് 16. അച്ചായൻ്റെ പേരാ പിന്മാറ്റത്തിൽ പുത്തൻ വീട്ടിൽ തോമാച്ചായൻ. സന്തോഷമില്ലല്ലോ. സ്വോത്ര അച്ചായൻ്റെ പേര് ലൂക്കോസ് 16. മനസ്സിലാക്കുന്നവർക്കായി നമ്മുടെ ഒറ്റശേഖരമംഗലം പിടിക്കാം. 2 അച്ചായന്മാർ. 1 ധനവാൻ തോമാച്ചായൻ, വീട്ടിൻ്റെ മുമ്പിൽ ലാസറും ഉണ്ടായിരുന്നു. ആ തോമാച്ചാനെ കുറ്റം പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപ്പോടെയും ചായെങ്കിലും കൊടുക്കും. അതുകൊണ്ടാണ് ലാസർ അവിടെ ഇരുന്ന്. ഞങ്ങളെപ്പോലുള്ള അച്ചായന്മാരെന്നെ പൊമറേനിയനെ അഴിച്ചു വിട്ടാണ് ഭാഷ. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി അങ്ങനെ ഇരുന്നപ്പോൾ 2 എണ്ണത്തിന് കോവിഡ് വന്ന് 2 എണ്ണത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. നമ്മുടെ സുഹൃത്ത് വളരെ നല്ല ഡോക്ടർ പറഞ്ഞു, അച്ചായൻ്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു മരിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ മക്കൾ പറഞ്ഞ് കിംസിലേക്ക് കൊണ്ടുപോകാൻ പ്രോട്ടീൻ ട്രിപ്പ് കൊടുക്കാമെന്ന്. എന്തായാലും അവിടെ കൊണ്ടുപോയി. ലാസർ ആരും നോക്കിയില്ല, അവിടെ മരിച്ചു. 5-8 ചെറുപ്പക്കാർ മലമുകളിൽ കൊണ്ട് അവനെ കുത്തി താക്കുകയും ചെയ്തു. സ്വോത്രം. അടക്കം എങ്ങനെയാണെന്നറിയാം. ധനവാൻ കിംസിൽ കയറി. എല്ലാവരും കേട്ടാട്ട് പ്രോട്ടീൻ ട്രിപ്പൊക്കെ കൊടുത്ത് എല്ലാം റെഡിയായി. കോവിഡ് നെഗറ്റീവ്. അപ്പോൾ ഡോക്ടർ 2 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. ഒരു മോൻ കുവൈറ്റ്, മറ്റവൻ UK. വീഡിയോ കോളൊക്കെ വിളിച്ച് ഇന്ന് കുഞ്ഞുങ്ങൾ പാട്ട് പാടിയോലെ നല്ല പാട്ടൊക്കെ പാടി. എന്തായാലും ഡിസ്ചാർജിൻ്റെ തലേന്ന് രാത്രി ഒരു മാടനടി അടിച്ചു. ധനവാൻ മരിച്ചുപോയി. മനസ്സിലാകുന്നവർക്കായി കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വന്ദേ ഭാരതിൽ വരാം, ഫ്രീസറിൽ വെച്ചു. എന്നിട്ട് നേരെ നല്ലൊരു പാട്ട് പള്ളി വരാത്ത ധനവാന് വേണ്ടി കൊയറ് പാടും. ലോകെ ഞാനെൻ നോട്ടം തികച്ചു. സന്തോഷമില്ലല്ലോ. നാളെ ചാത്തന്നൂരിൽ കള്ളി ഷാപ്പിൽ കത്തിക്കുത്തേറ്റ ഒരു ക്രിസ്ത്യാനി അച്ചായനെ പാടുക. എന്താ? നിന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. സന്തോഷമില്ലല്ലോ. ക്രിസ്ത്യാനി പാടുക. ഷാപ്പിൽ കത്തിക്കുത്തേറ്റ് മരിച്ച അച്ചായന് നിന്നെ എതിരേക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ. അച്ചായനെ ഇവിടെ കൊണ്ടുവന്ന് ഒറ്റശേഖരമംഗലത്ത് നല്ല ശുശ്രൂഷ പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാം കൂടെ പറഞ്ഞു നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, പള്ളിക്ക് ഫാൻ തന്നതെല്ലാം തന്നു. നല്ല അടക്കവും. മനസ്സിലാകുന്നവർക്കായി റീത്ത്, വെറൈറ്റി മാർബിള്. അപ്പോൾ ഈ അച്ചായൻ്റെ എല്ലാവരും കേട്ടാട്ടെ, അച്ചായൻ്റെ മോനൊരു ജോസൂട്ടി ഉണ്ടായിരുന്നു. ജോസൂട്ടിയുടെ മോനൊരു കൊച്ചുമോനുണ്ടായിരുന്നു, ജിത്തു. ഈ അച്ചായ ഇവിടെ കള്ളു കുടിക്കത്തില്ലായിരുന്നു. പാറശാല പ്രശാന്തിയിൽ നിന്നാണ് കള്ളു കുടിച്ചിട്ട് വരുന്നത്. ഇവിടുത്തുകാർ കാണുമെന്ന് വിചാരിച്ചു. സ്വോത്രം. അവന് കൊണ്ടുവരുമ്പോൾ ഗാലക്സിയുടെ ചോക്ലേറ്റ് കൊണ്ടുവരുമായിരുന്നു. സ്വോത്രം. ശുശ്രൂഷയുടെ അവസാന ഘട്ടം ശുശ്രൂഷിപ്പിക്കുന്ന പാസ്റ്റർ പറഞ്ഞു, വീട്ടുകാരല്ലാത്തവരെല്ലാം മാറിയാട്ട് ഇപ്പോൾ ബോഡി മോർച്ചറി ഫ്രീസറിൽ നിന്ന് മാറ്റി പെട്ടിയിലാക്കാൻ പോവുക. അപ്പോൾ വീട്ടുകാർ മാത്രം അവിടെ നിന്നു. അപ്പോൾ ഈ ജിത്തുമോന് അപ്പച്ചൻ മരിച്ചു, ഇനി ഗാലക്സി കിട്ടത്തുമില്ല. പഴയ നോക്കിയയുടെ 500 ഗ്രാമിൻ്റെ മൊബൈലുണ്ടായിരുന്നു. അവൻ ചാർജ് ചെയ്ത് ആ തലേണയുടെ കീഴിലോട്ട് വെച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പച്ചൻ ഒരു മെസ്സേജ് അടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അപ്പച്ചൻ മരിച്ച് നല്ല അടക്കം. എവിടാ പോയത്? സ്വർഗത്തിലല്ല, പാതാളത്തിൽ. സ്വോത്രം. ധനവാൻ അവിടെ ചെന്നപ്പം ആര്യങ്കോടേയും ചെമ്പൂരെയും വലിയ വഴിയിലെ എല്ലാ കള്ളുകൂടിയന്മാരും അവിടെ നിൽക്കുക. സ്വോത്രം. അവർ ധനവാനോട് പറഞ്ഞ് എത്ര യോഗം നടന്ന്, പെരുങ്കടവിള നടന്നു, കീഴാറൂർ നടന്നു, ഒറ്റശേഖരമംഗലത്ത് എറിഞ്ഞു, ആര്യങ്കോട് നടന്നു, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടൂടെ എന്ന്. സ്വോത്രം. അവിടെ ചെന്നപ്പോൾ ധനവാൻ മേലോട്ട് നോക്കി. ഇതുവരെ താഴെ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നത്. അന്നേരം മേളിലോട്ട് നോക്കിയപ്പോൾ ലാസർ അബ്രഹാം പിതാവിൻ്റെ മടിയിരുന്ന് നല്ല ശവനപ്പ് കുടിച്ചുകൊണ്ടിരിക്കുന്ന. മനസ്സിലാകുന്നവർക്കായി ഉടനെ ധനവാൻ പറഞ്ഞു, സ്വർഗത്തോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് ശവനപ്പ് തരണമെന്ന്. അപ്പോൾ സ്വർഗം പറഞ്ഞു, ഞങ്ങൾക്ക് നടുവിലൊരു പിളർപ്പുണ്ട്, രക്ഷയില്ല. അപ്പോൾ പറഞ്ഞ് ലാസറിന് ഒരു മൈക്രോഫോണുമായിട്ട് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് പരസ്യയോഗത്തിന് അയക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ധനവാൻ പറഞ്ഞതാ. അപ്പോൾ സ്വർഗം പറഞ്ഞു, അവിടെ മോശം പ്രവാചകന്മാരുണ്ട്, അങ്ങോട്ട് പോകത്തില്ല. അന്നേരം ഉണ്ടല്ലോ 2018 കണക്ക് പ്രളയം വന്ന്. എല്ലാവരും കേട്ടോണോ? 2018 പ്രളയം വന്ന് സപ്ലൈ എല്ലാം നരകത്തിൽ പോയി. 40 ദിവസം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചാലുവായത്. ഇതെല്ലാം എന്താ, നമ്മുടെ ട്രാൻസ്ഫോമർ കറണ്ട് വന്നപ്പോൾ ധനവാൻ മൊബൈലൊന്ന് ഓണാക്കിയപ്പോൾ ആദ്യത്തെ കോള്, ഇന്നത്തെ ടച്ചല്ല, പഴയ മൊബൈൽ, വീട്ടിലൊക്കെ മൈ ഹൗസ്. വീട്ടിൽ റിങ് എടുത്തപ്പോൾ ഒരു പാട്ട്, ഇസ്രായേലിൻ നാഥനായി വാഴുമേഘ ദൈവം. പണ്ടത്തെ പാട്ട് ലജ്ജാവതി എന്നിൻ്റെ കള്ളക്കട കണ്ണിലായിരുന്നു. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ആരെയും ദുഃഖിക്കാനല്ല. അപ്പോൾ ധനവാൻ ഒരു സംശയം, എൻ്റെ വീടാന്ന് ഒന്നുകൂടെ അടിച്ചു അതേ പാട്ട്. അപ്പോൾ ജോസൂട്ടി എടുത്ത്, മോനെ ഏത് ഉപദേശം വന്ന് മുറ്റത്ത് കൺവെൻഷന്. ഉടനെ പറഞ്ഞു, അച്ഛാ മുറ്റത്ത് കൺവെൻഷനല്ല, അച്ഛൻ്റെ 40 പാട്ട് കുർബാനയാണ്. സ്വോത്രം. ചൂട് നല്ലതായോണ്ട് കാട്ടാക്കട വിസ്മയെന്ന് കൊണ്ടുവന്ന പാലപ്പം, മട്ടൻ കറി, ചായയില്ല, സെവനപ്പെന്ന്. സ്വോത്രം. ഉടനെ ജോസൂട്ടിയോട് പറഞ്ഞ്, നീ 3 സെവനപ്പ് എടുക്കണം, പട്ടത്തിനടുത്ത് PMG ചെല്ലണം, എഴുതിക്കോ,
ധനവാൻ തോമാച്ചാൻ, പിന്മാറ്റത്തിൽ പുത്തൻ വീട്, കെയറോ പാതാളം, 69-19-10. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ അച്ചായ? സ്വോത്രം. കർത്താവിനെ കാണാത്ത സകല അച്ചായന്മാരും താഴെ പോകും. അതാ സഖാവ് VS പറഞ്ഞത്, ഒരുവൻ സർവ്വലോകവും നേടിയാലും. സന്തോഷമില്ലല്ലോ? മത്തായി 16:26. സഖാവ് VS വീണ്ടും പറഞ്ഞു, മർക്കോസ് 9:48-49, കേടാത്ത തീച്ചാകാത്ത പുഴു. മനസ്സിലാകുന്നവർക്കായി കർത്താവിനെ കാണാത്ത സകല ആരും കൂടെ അച്ചായന്മാർ പോകുന്ന ഇതിനകത്താവും. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ ഒന്നാമത്തെ ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. വലിയ ഭൂകമ്പം വരുമ്പോൾ കേരളത്തിന് എന്ത് സംഭവിക്കും? 1994 സെപ്റ്റംബർ മാസം 30. എല്ലാവരും കേട്ടാട്ട്. മഹാരാഷ്ട്രയിലെ ലത്തൂർ. ഇതാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ കേട്ട പ്രസംഗമായത്. ഒന്നുകൂടെ പറയാം, മഹാരാഷ്ട്രയിലെ ലത്തൂർ. അവിടെ ഭൂകമ്പം സെപ്റ്റംബർ 30. 10,000 പോയി. പ്ലേറ്റ് ഇളകി. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, മംഗലാപുരം, സുൽത്താൻ ബത്തേരി, നേരെ കൊച്ചി കടൽ. ഈ പ്ലേറ്റ് 1 കൊച്ചി കടലിൽ നിന്ന് സപ്ലേറ്റ് മൂവാറ്റുപുഴ, തൊടുപുഴ, ഉപ്പുതറ, കാഞ്ചിയാർ, വള്ളക്കടവ്, ബേബി ഡാം, മുല്ലപ്പെരിയാർ. കേൾക്കണം, ഇവിടുത്തെ മുഖ്യമന്ത്രി വരുന്ന കേട്ടതാ പ്രസംഗങ്ങൾ. സ്വോത്രം. അവർക്ക് അപ്പഴാ സയൻസ് പിടിയിട്ട് അന്നാ മുല്ലപ്പെരിയാറിൽ വിള്ളൽ. എന്താ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നം? തിരുവിതാംകൂർ രാജകുടുംബം കമ്പന്തേനി ഡിസ്ട്രിക്റ്റിന് കൃഷിക്ക് വേണ്ടി കൊടുത്ത മുല്ലപ്പെരിയാർ 1000 വർഷത്തെ പാട്ടം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ, ഡാം ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞൻ്റെ പേരാ എന്താ? ജോൺ പെൻഹുഡ്. കുഞ്ഞുങ്ങൾ എഴുതിക്കോ. ഒരു ബ്രിട്ടീഷുകാരൻ ശാസ്ത്രജ്ഞനാണ്. പൈസ കൂടുതൽ കിട്ടാൻ വേണ്ടി, അല്ല പൈസ തികയാഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് പൈസ കൊണ്ടുവന്നതാണ്. അയാൾ പറഞ്ഞ 50 വർഷമേ ഈ ഡാമിന് ഗ്യാരണ്ടി ഉള്ളെന്ന്. 50 വർഷം. കഴിഞ്ഞ ദിവസവും ഞാൻ ഇടുക്കി പ്രസംഗിച്ചപ്പം അവർ ചോദിച്ചു, പാസ്റ്റർ ഇതെന്താ പൊട്ടാത്തതെന്ന്. ഞാൻ പറഞ്ഞു, മലയാളി പണിയാത്തോണ്ടാ പൊട്ടാത്തതെന്ന്. സന്തോഷമില്ലല്ലോ? ഇംഗ്ലീഷുകാരൻ ജോൺ പെൻഹുഡ്, 2 പ്രാർത്ഥിക്കുന്നവർ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ തിരുവനന്തപുരത്ത് നമുക്ക് സന്തോഷമില്ലല്ലോ. എവിടെ സന്തോഷം? പത്തനംതിട്ട വയനാട് വരെ ഇപ്പോഴത്തെ പ്രളയത്തിൽ എഡ്വിൻ പാസ്റ്റർ സകലതും പെരുവഴിയായി. റാന്നി കടന്നവൻ്റെ കഴുത്ത് വരാ വെള്ളം. സ്വോത്രം. നാളെ കഥയും കൂടെ പറഞ്ഞു തരാം. സ്വോത്രം. തിരുവനന്തപുരത്ത് വല്ല പ്രളയവും വന്നോ, അലർട്ട് വന്നോ, മാംഗോ വന്നോ, യെല്ലോ വന്നോ. കൊല്ലത്താന്നേ യോഗമില്ല. പിന്നെ ഈ കൊല്ലം രക്ഷപ്പെടാൻ കാര്യം മുല്ലപ്പൊടി ഏൽപ്പിച്ച് കിടക്കും, കല്ലിനും ഉണ്ട് സൗരഭ്യം. സന്തോഷമില്ലല്ലോ? ഇവിടെ അടിച്ച് അവിടെയും കൂടെ വരും. അത് കർത്താവ് കാത്തോണ്ടാ. ഇത്രയും പ്രളയം വന്നിട്ടും ഇത്രയും പ്രശ്നം. വയനാട് ചുരം ഇടിഞ്ഞിട്ട് പോലും ഇവിടെ ഇടിയാത്തത് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരാണ്. കര ഉയരുന്നില്ലല്ലോ ചായ. സ്വോത്രം. ആ റാന്നിയിലെ വീഡിയോ മാത്രം ഇട്ടാൽ മതി, യേശു ജീവിക്കുന്നതെന്ന് നിങ്ങൾ കരമുയർത്ത്. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നാട്ടുകാരോട് പറയുക, എത്ര പോവെന്നറിയാമോ? 45 ലക്ഷം. 5 ഡാം താഴെയുണ്ട്. 1 കല്ലാർകുട്ടി, 2 ഇടുക്കി, 3 മലങ്കര, 4 പിന്നെ ചെങ്കുളം, അത് കഴിഞ്ഞ് പന്നിയാർ. 5 ഡാം ആ താഴെ കിടക്കുന്നത്. എല്ലാം കൂടെ പോകുന്നു. നെയ്യാറിൻ്റെ കണക്കല്ല. 45 ലക്ഷം ജനം മരിക്കും മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. പത്തനംതിട്ടയുടെ ഒരു ഭാഗം, ഇടുക്കി കാണത്തില്ല, കോട്ടയം മുങ്ങിപ്പോവും. നെടുമ്പാശ്ശേരി എയർപോർട്ട് എയർ ഇന്ത്യ വെള്ളത്തിനകത്ത് മുങ്ങിപ്പോവും. അത്ര ഇതാ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ. 45 ലക്ഷം പേർ മരിക്കും. എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ പൊട്ടുന്നില്ല? ഇന്ന് രാത്രി ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ പാളയത്തിൽ നിന്നപ്പോൾ കട്ടക്കളത്തിൽ ഊര്യവിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് എന്താ സംഭവിച്ചത്? കട്ടളക്കാലിന്മേൽ കുറുമ്പടിമേൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. സംഹാരകൻ തൊടാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശ കാഹളമോദിയപ്പോൾ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നെങ്കിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ നിത്യ വീട്ടിലെടുക്കപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി 45 ലക്ഷം ജനങ്ങളെ ഇപ്പോൾ കൊല്ലുന്നവനാണോ നമ്മുടെ ദൈവം? നമ്മുടെ ദൈവം ആ ദൈവമല്ല. കരുണയുടെ ദൈവം, കൃപാലുവായ ദൈവം, ദയയുടെ ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആരും കൂടി കൺവെൻഷനകത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന ശബ്ദം ലോകരാജ്യങ്ങളിൽ കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. അതിൻ്റെ പേര് കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ആര്യങ്കോട് കൺവെൻഷൻ വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. 6 മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായ അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീണു. 1-ാമത്തെ ഇടവേള. സൂര്യൻ മനുഷ്യനെ കൊല്ലാനിറങ്ങും. അതിനു മുമ്പ് നീതി സൂര്യൻ വരും. 2 ഇവിടുത്തെ പാറ ആകാശത്തിൽ നിന്ന് വീഴും. അതിനു മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയെടുക്കപ്പെടും. 3 ഇവിടെ ഇൻഫെക്ഷൻ
വാട്ടർ വരാൻ സാധ്യത. അതിനു മുമ്പ് ജീവജല നദിയിൽ നിന്ന് ഉറവയിൽ നിന്ന് പാനം ചെയ്തവനെ ചേർക്കാൻ കാന്തൻ വരും. 4 സമുദ്രത്തിലും പുഴകളിലും രക്തവെള്ളം വരും. അതിനു മുമ്പ് ചങ്കില ചോരയാൽ കഴുകപ്പെട്ട മക്കളെ ചേർക്കാൻ യേശു വരും. 5 മുല്ലപ്പെരിയാർ പോലെ വലിയ ഭൂകമ്പങ്ങളും അണകെട്ടുകളും തകരുന്നൊരു കാലം വരും. അതിനു മുമ്പ് കാന്തന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. 2வது கன்வென்ஷன் ஆன்லைன் மீடியா சகோதரங்கள் எங்கே இருந்து பார்க்குது. தாயை தகர்ப்பரை தம்பி தங்கச்சி இந்த நாள்களில் உண்மையான நல் செய்தி கூட்டங்க. 2வது இரவு நீ எங்க கூட போகாது, எங்கே உட்கார்ன நெஞ்ச கை கொடுத்து ஏசப்பா என் ஏக தெய்வம், ஏசப்பா என் ரேக ரட்சக, ஏசப்பா ராஜாதி ராஜாவாய் மടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വാസത്തെ ഏറ്റ് ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിൽ കടന്നാൽ നിന്റെ പേര് ജീവപുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ കാന്തൻ മടങ്ങി വരാറായി. ആത്മാവ് സഭകളോട് പറഞ്ഞ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിന്റെ 6:14-15. കുഞ്ഞൊന്ന് വായിച്ചട്ടെ. വെളിപ്പാട് 6:14-15 2ാമത്തെ ഭാഗം വായിക്കാം. പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. ഇതാ പണ്ട് പാടിയ പദം. ആകാശം മാറും, ഭൂതലവും മാറും, ആദ്യം മുതൽക്കേ മാറാതുള്ളത് ദൈവത്തിന്റെ തിരുവചനം മാത്രം. അടുത്ത ഭാഗം വായിച്ചട്ടെ മക്കളെ. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്തു നിന്ന് ഇളകിപ്പോയി. ഇവിടെ എല്ലാവരും കാണാം. തുടക്കം ഇവിടെ നിന്നായിരുന്നു. അമ്പൂരി മല ആദ്യം തുടങ്ങി. 2 കവളപ്പാറ പുത്തുമല. 3 ഇടുക്കി പെട്ടിമുടി ദുരന്തം. 4 മുണ്ടക്കയം കൂട്ടിക്കൽ ദുരന്തം. 5 കഴിഞ്ഞ ദിവസങ്ങളും നിങ്ങൾ കണ്ടു. യോഗത്തിന് വേണ്ടി പാസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വയനാട് കള്ളിമലയെ കൂടി ഇടിഞ്ഞ് താഴെ വന്നു. സ്വോത്രം. ഇതെല്ലാം വീടും. പ്രാർത്ഥിച്ചോണ്ടാ മതി. സകല മലയും. ദ്വീപ്. ഏതാ ദ്വീപ്? ഇന്ത്യയുടെ സുന്ദരി ദ്വീപുണ്ട്. കാവ്യമാധവനല്ല ഇന്ത്യയുടെ സുന്ദരി. ആൻഡമാൻ നിക്കോബാർ. സുനാമി അടിച്ചപ്പോൾ അതിന് 2 അടി താന്നു. മലയും ദ്വീപ് സ്വസ്ഥാനത്ത് നിളകിപ്പോവും. ഇനി ഇവിടെ ബാക്കി ഭാഗ സമാനത കേൾക്കണം, നാട്ടുകാർ കേൾക്കണം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും. പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ കസേരയിൽ നടന്ന് നെട്ടോട്ട് ഓടുന്നു. ഇപ്പൊ പ്രളയം വന്നപ്പോൾ BD സതീശ സാറിന്റെ ഓട്ടം നമ്മൾ കണ്ടതാ. അതുപോലെ എന്തെല്ലാം അവിടെ നടക്കാൻ പോകും. അടുത്തത് സഹസ്രാധിപന്മാരും. പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാത്രി ഉറക്കമില്ല. തഹസീൽദാരും ബാക്കി എല്ലാവരും ADM എല്ലാം സ്കൂളിൽ ബെഞ്ചേ കടന്നത് റാന്നിയിൽ. അന്ത്യകാലമായത്. അടുത്ത വാക്ക് ധനവാന്മാരും ബലവാന്മാരും സകലദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും. ഈ പ്രകൃതി ദുരന്തം കണ്ട് അവര് തൂങ്ങി മരിക്കത്തില്ല. വിദ്യാഭ്യാസം ഉള്ളവൻ തൂങ്ങത്തില്ല. അവൻ ചെന്ന് പെരുങ്കടവിളയോ ആലത്തൂരോ പാറയുടെ കീഴിൽ നിന്നിട്ട് പറയും ഒരെണ്ണം വീട് മരിച്ചേക്കാൻ ന്യായവിധിയില്ല. മലകളോട് വായിക്കാം മക്കളെ. മലകളോട് വായിച്ചാട്ടെ. ഒളിച്ചുകൊണ്ട് മലകളോട് പാറകളോട് ഞങ്ങളുടെ മേൽ വീഴുവീൻ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വായിച്ച മോളെ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിന്റെ വായിച്ചാട്ടെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. ഇതാ ഡേ ഓഫ് ലോർഡ്, കുഞ്ഞാടിന്റെ കോപ ദിവസം. ചെമ്പൂരോട്ട് പോകുമ്പോൾ കാലായിൽ ആ പെയ്ത്തോമിന്റെ മുമ്പിൽ ആദ്യം TPMമാർ എഴുതിയിട്ടുണ്ട് കുഞ്ഞാടിന്റെ കോപ ദിവസം. മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ കേട്ടോ അമ്മാമ്മേ. ഇതാ ബൈബിളിൽ ഒരു ഭാഗം. അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും. കരമുയരുന്നില്ലല്ലോ. ഓ മരണം അവരെ വിട്ടോട്. മരിപ്പാൻ കൊതിക്കും. ഇന്ന് രാത്രി ആര്യങ്കോട് ചന്തയിൽ കേൾക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇതാകുന്നു രക്ഷാ ദിവസം. പുണ്യസ്ഥലങ്ങളിൽ ഓടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, യാഗങ്ങൾ കർമ്മങ്ങൾ കാണ്ടാദികൾ നടത്താതെ ഇന്ന് രാത്രി കാൽവറിയിലേക്ക് നോക്കി യേശു രക്ഷകനെന്ന് പറയുമെങ്കിൽ താങ്കൾക്ക് നിത്യതയുടെ ടിക്കറ്റ് ഒരുക്കുവാൻ എൻ്റെ നാഥൻ വരാറായി. അതുകൊണ്ടാണ് ഹഗ്ഗായി പറഞ്ഞത്, ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്കും, ഞാൻ ഭൂമിയെ ഇളക്കും, ഞാൻ കരയെ ഇളക്കും, ഞാൻ കടലിനെ ഇളക്കും. സകല ജാതികൾ പാർട്ടി ഇളകിയെങ്കിൽ ഈ ഇളക്കത്തിൻ്റെ നടുവിൽ ഒരുവൻ വരാറായി. സകല ജാതികളുടെയും മനോഹരമ ആര്യങ്കോടനോട് യേശുക്രിസ്തു പെന്തക്കോസിന്റെ ദൈവമല്ല, യേശുക്രിസ്തു CSAയുടെ ദൈവമല്ല, യേശുക്രിസ്തു മർത്തോമയുടെ ദൈവമല്ല, കത്തോലിക്കന്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തെങ്കിൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. 2 കാര്യം കൂടെ പറയുന്നു, എൻ്റെ ശ്വാസം അവസാനിക്കുന്നു. ദാണ്ടെ ഈ ISROയുടെ ചെയർമാനായിരുന്നു ES സോമദാസ് സാറ്. ആ സോമദാസ് സാറ് പറഞ്ഞു ഭൂമിക്ക് ഇനി അധികം ആയുസില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ പോകണമെന്ന്. 2 മലയാളി പെണ്ണുങ്ങൾ, ശോശാമാമയും ചിന്നമാമയല്ല, ഇതായിരിക്കുന്നത്.
ദാണ്ടെ പാലക്കാട്ടുകാരി ലേഖ ശ്രദ്ധ ചൊവ്വായിലേക്ക് പോകുന്നു. സ്വോത്രം മനസ്സിലാകുന്നവർക്കായി കാശുണ്ടെങ്കിൽ നിങ്ങളെ അവിടെ എത്തിക്കുക. സ്വോത്രം. മനുഷ്യൻ ചൊവ്വായിലേക്ക് പോകാൻ തയ്യാർ. അതിൻ്റെ പേരാ മാർച്ച് 1. പാലക്കാട്ടുകാരി പെൺകുട്ടികൾ മലയാള മനോരമ ഞാൻ കൊണ്ടുവന്നില്ല. മനുഷ്യൻ ചൊവ്വയിലേക്ക്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ സയൻസിൻ്റെ സൂര്യനെ പഠിക്കുന്ന ശാസ്ത്രജ്ഞൻ, ആ ശാസ്ത്രജ്ഞൻ്റെ പേര് ഫ്രാങ്കിൽ. കുഞ്ഞുങ്ങൾ എഴുതണം. കാലിഫോർണിയയിലെ ഏറ്റവും വലിയ സൂര്യനെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ബെർക്കിലി ക്യാമ്പസ്. എൻ്റെ പെൻഡ്രൈവ് പ്രായം പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഓർമ്മ എത്ര ശരിയാവുന്നില്ല, പുതിയ കിട്ടുന്നത്. അതുകൊണ്ട് ബെർക്കിലി ക്യാമ്പസ് അടിച്ചു നോക്കിയാൽ മൊബൈലിൽ കിട്ടും. അവിടെ ഒരു അപ്പച്ചൻ ഇരിപ്പുണ്ട്, 87 വയസ്സുകാർ. പുള്ളിക്കാരൻ പറയുന്നത് സൂര്യൻ അധികം താമസമില്ല, ഉറങ്ങാൻ പോകുമെന്ന്. ഇന്ന് രാത്രി സോമദാസ് സാർ പറയുന്നു, ദാണ്ട് മനുഷ്യൻ അന്യഗ്രഹങ്ങൾ. കേരള കൗമുദിയിലുണ്ട്, മനോരമയിലുണ്ട്, യൂട്യൂബിലുണ്ട്, ഇഷ്ടം പോലെ. സജു ചാത്തന്നൂരെ കാണും പറഞ്ഞത് പെന്തിക്കോസുകാർ ശരിയാക്കിയാണ്. സോമസാർ പറയുന്നത് ഇനി നാം കാൽ ചവിട്ടുന്ന ഭൂമിക്ക് ആയുസില്ല, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് പോവോ? അവിടെ പോയാലും രക്ഷയില്ല. ബൈബിളിനകത്തുണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ പോവും? ഞങ്ങളുടെ ബൈബിളിലുണ്ട്. വായിക്കാം. ഓബദ്യാവ് 4. എല്ലാവരും എടുത്താട്ടെ, ഇതെല്ലാം പ്രവചനങ്ങള്. ഈ യൂട്യൂബൊക്കെ കാണുന്നത്. ഓബദ്യാവ് 4 വായിച്ചാട്ടെ സിസ്റ്ററെ. മനുഷ്യ നീ കഴുകനെ പോലെ ഉയർന്നാല്, നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും, നീ ചൊവ്വായിലോ ചന്ദ്രനിലോ പോയി കൂട് വച്ചാലും, അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എവിടെ പോയി കൂട് വച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കും. എന്നാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശ എന്തോ? ഈ കൂടൊന്നും വേണ്ട. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കരമുയർത്തുന്നവർക്കായി ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് മടങ്ങി വന്ന് നിങ്ങളെ പിന്നെയും ചേർത്തുകൊള്ളൂ. നമ്മുടെ മശിഹ മടങ്ങി വരും. നീതി സൂര്യൻ വരാറായി. ഇന്ന് രാത്രി ഒരുങ്ങിയിട്ടുണ്ടോ? 2 കാര്യം കൂടെ പറഞ്ഞ് ഞങ്ങൾ പാട്ടിലേക്ക് പോയി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയെങ്കിൽ ആര്യങ്കോട്ട ദൈവമക്കളുടെ ഈ കാലം എന്താ? വായിക്കാം. ലൂക്കോസ് 21, 34, 35, 36. ബാക്കി നാളെ എടുക്കാം മക്കളെ. ലൂക്കോസ് 21, 34, 35, 36 വായിച്ചാട്ട് മോളെ. അവിടെ നിന്ന് നിർത്തിയാട്ട്. നിങ്ങളുടെ ഹൃദയ അതിഭക്ഷണം അന്ത്യകാലം. പണ്ട് മണ്ഡപത്തിൻ കടവ്, വലിയ വഴി, ചെമ്പൂര്, കാട്ടാക്കട, വെള്ളറട, തട്ടുദോശ, അല്ലെങ്കിൽ ആംപ്ലേറ്റ്, പേരിന് ചിക്കൻ കറി. മാറിയില്ലയോ? തിരുവനന്തപുരം തൊട്ട് കാട്ടാക്കട വന്നാൽ കുഴിമന്തി, അൽഫഹാം, 65, 85, 95 പൊരിച്ചത്. സന്തോഷമില്ലല്ലോ. KFC, ബർഗർ. സൗകര്യമാരും മോശമല്ല. ചേട്ടൻ പോകുമ്പോൾ ചേട്ടനോട് ഫോൺ ചെയ്യും, ഒരു പൊരിച്ച കോഴി വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. സന്തോഷമില്ലല്ലോ സോദര. കുറച്ചൊക്കെ തിന്നാ നല്ലതാ മാമേ. 6 മാസം കഴിയുമ്പോൾ വയറ്റിനകത്ത് നിന്നൊരു സ്കാൻ എടുക്കണം. ലിവറിൻ്റെ ചുറ്റും കാണും. അവൻ്റെ പേരാ ഫാറ്റി ലിവർ. സന്തോഷമില്ലല്ലോ. അന്നേരം പെങ്കൊച്ച് പറയുന്നത് എനിക്ക് കാലുവേദന. അച്ഛൻ പറയുന്ന ഒരായിപ്പ് വരുന്നത്. അവൻ്റെ പേരാ ഫാറ്റി ലിവർ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഈ പള്ളിക്ക് ഈ മണി മതി. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. കൂടുതൽ പൊരിച്ച കോഴി നിങ്ങളുടെ ഹൃദയ ആദ്യ ഭക്ഷണം. കെൻഡക്കി, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, മെർഗർ. പിന്നെ പെന്തിക്കോസ്തരുടെ കല്യാണം പറയണ്ട, ഞാൻ മിണ്ടുന്നില്ല സ്വോത്രം. അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല. അതിഭക്ഷണം. രണ്ടാമത്തത് അന്ത്യകാലം. അടുത്ത വായിച്ചാട്ടെ. മദ്യപാനത്താലും. ജനിച്ചാ കൂടി, നൂലുകെട്ടിന് കൂടി, മിന്നുകെട്ടിന് കൂടി, കല്യാണത്തിന് കൂടി, അപ്പം മരിച്ചാലും ടെൻഷൻ മാറ്റാൻ കൂടി. സന്തോഷമില്ലല്ലോ സ്വോത്രം. എല്ലാവരും പറയുന്ന കാശില്ലെന്ന്. ഓണത്തിൽ ആ ബിവറേജസിൻ്റെ കണക്ക് വരുമ്പോൾ കാണാൻ എത്ര കോടി വരുന്നെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി മദ്യപാനം ഇത് കർത്താവിന്റെ വരവിന്റെ ലക്ഷണം. അടുത്തത് വായിച്ചാട്ട്. വായിക്കാം. ഉപജീവന ചിന്തകളാലും. അതാ ടെൻഷൻ. സഭയെ വന്ന് അമ്മച്ചി പറയത്തില്ലയോ, കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ. 11 kV അല്ല, ടെൻഷൻ. മനസ്സിലാകുന്നവർക്ക് നല്ല വേട്. ഒരു കാർഡ് കിട്ടും. എന്തിന്? പേടിഎമ്മോ ATMോ എല്ലാം കൊണ്ട് ലോൺ എടുക്കുക. EMI 25-ാം തീയതി കാറിൻ്റെ ലോൺ, വീടിൻ്റെ ലോൺ, കൊച്ചിൻ്റെ പൈസ കൊടുക്കണം, കറണ്ട് അടയ്ക്കണം, വെള്ളം, ഇതിൻ്റെ ബില്ലെല്ലാം കൂടെ. ചെറുക്കനും പെങ്കൊച്ചിനും ഭയങ്കര വേദന. അമ്മച്ചോട് വരും പ്രാർത്ഥിക്കാം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാസ്റ്റോട് വന്നിട്ട് പറയും, പിള്ളേർക്ക് ടെൻഷനാ, പാസ്റ്റർ പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ പറഞ്ഞു EMI എല്ലാം കൂടെ വാരിയെടുക്കാൻ. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇന്ന് അതിൻ്റെ കാലമല്ലയോ. തമിഴ്നാട്ടിൽ പേശിക്കുന്നത് തല്ലുപടി ഓഫർ. ഇന്ന് പത്രം ഇറങ്ങിയാൽ അച്ചായന്നുകൊണ്ടിരിക്കുന്നു. ഓണത്തിൻ്റെ പ്രത്യേകത ഞങ്ങളുടെ കാലത്ത് ഉപ്പേരി, ഉറിയടി, ഊഞ്ഞാൽ. ഇതായിരുന്നു ഓണം. ഇന്ന് ഓഫർ. 1 രൂപയ്ക്ക് സാരി, 5 രൂപയ്ക്ക് ചട്ടി, ഇതെല്ലാം കൊണ്ടുവന്ന് എല്ലാത്തിനും EMIയിലാക്കുക. സ്വോത്രം. ഓഫർ. പഴയതെല്ലാം ഇതെല്ലാം ഇന്ന് കാർഡിനകത്തായി. അവസാനം കാർഡുകാർ കൊട്ടേഷൻകാരാ. നീ കാശ് കൊടുത്തില്ല, നിന്നെ വിളിക്കുന്ന വിളി വേറെയാ. സ്വോത്രം. ഇതാ ഉപജീവന ചിന്ത. മനുഷ്യനെ ട്രാപ്പിലാക്കുക. ഇതെല്ലാം അന്ത്യകാലം. കർത്താവിന്റെ വരവ്. അടുത്തത് ആര്യങ്കോടുകാർ. വായിക്കാം. ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ. തിന്നും കുടിച്ചും വിറ്റും നട്ടും അങ്ങ് പോവുക. നോഹയുടെ കാലം. അടുത്ത വാക്ക്. വൈരേ സൂക്ഷിച്ചുകൊള്ളുവേൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും.
എഡ്വിൻ പാസ്റ്റർ പണ്ട് പറഞ്ഞ ഏക്കത്തിൽ ഇപ്പം ഏക്കും. കോവിഡ് വന്നപ്പോൾ എല്ലാവർക്കും പിടികിട്ടി എന്തൊക്കെയോ വരുമെന്ന്. ഇപ്പം പലർക്കും കോവിഡ് വന്നപ്പോഴാണ് പറഞ്ഞത് ബൈബിള് ശരിയാ, കർത്താവ് വരുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി മനസ്സിലാകുന്ന സർവ്വഭൂമിയിൽ കോവിഡ് വന്നതുപോലെ കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും ആദ്യ രാത്രി. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വായിക്കാം. ആര്യൻകോട്ട സഹോദരങ്ങൾ വായിച്ചാട്ടെ. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നമ്മുടെ കർത്താവ് വരാറായി. മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന്, ഈ ആര്യൻകോട്ട ദൈവമക്കൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നു പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. കരമുയർത്തുന്നവർക്കായി സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പേ. മശിഹായുടെ വരവ് സമാഗതം. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഈ വാതിലിൽ കൂടി കടക്കുന്നവൻ അക്കരെ നാട്ടിൽ കയറും. ഈ കൺവെൻഷനകത്ത് രക്ഷയുടെ വാതിൽ തുറന്നിട്ടുണ്ട് അച്ചായ. ഇതാ നോഗയുടെ പെട്ടകം യേശുവിൻ്റെ വരവിൻ്റെ മുൻകുറിയാ കാണിക്കുന്നത്. നോഗ പെട്ടകം പടഞ്ഞു വാതിൽ തുറന്നു കടന്നു. 8 പേര് മാത്രമേ അതിനകത്ത് കടന്നോളെങ്കിൽ ഈ പെട്ടകത്തിൻ്റെ വാതിൽ ഏത് സമയവും അടയും. ആ വാതിൽ അടയുന്നതിന് മുമ്പ് നിത്യജീവനിൽ കടക്കുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഉപദേശിക്കുന്നു. 2 കാര്യങ്ങൾ. കൊട്ടാരമായാലും മരണം വരും, കോട്ടയ്ക്കകത്തും മരണം വരും. കുടിലായാലും മരണം വരും, സമ്പന്നനായാലും മരണം വരും, ദരിദ്രനായാലും മരണം വരും. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഞങ്ങളുടെ പ്രത്യാശ കപ്പക്കാലെ മരിക്കും, കവലയെ മരിക്കും. ഇന്ന് രാത്രി ക്യാൻസർ മരിക്കും, ട്യൂമറിൽ മരിക്കും. ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുവാൻ ഗംഭീരനാദവുമായി ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. രക്ഷയുടെ പെട്ടകത്തിലകത്ത് കടന്നവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യേശു വരാറ്. ഇന്ന് രാത്രി എല്ലാവരും ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, പല പ്രാവശ്യവും ഇവിടെ ഞാൻ ആ സാക്ഷ്യം പലയിടത്തും പറഞ്ഞിട്ടുള്ളത്. ചില സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയും അടുത്ത ദിവസങ്ങളിലും പറയാം. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സയൻറ്റിസ്റ്റായിരുന്നു ഡോക്ടർമാർക്ക്. കേൾക്കാത്ത പെൺകുട്ടികൾ കുഞ്ഞുങ്ങളെന്ന് കേട്ടാട്ടെ. അമേരിക്കയിലെ ഏറ്റവും വലിയ ക്യാൻസർ സയൻറ്റിസ്റ്റായിരുന്നു ഡോക്ടർമാർക്ക്. എഡ്വിൻ പാസ്റ്റർ എത്ര മീറ്റിങ്ങിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പല സ്ഥലത്തും അദ്ദേഹവും കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് കാലിഫോർണിയയിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകണം. പിറ്റേന്ന് വലിയ കോൺഫറൻസാണ്. വൈകിട്ട് 5 മണിക്ക് എയർപോർട്ടിൽ വന്നപ്പോൾ എയർപോർട്ടിൽ സ്റ്റിക്കർ 1.5 മണിക്കൂർ മതി പാൻ അവിടെ ഒട്ടിച്ചേക്കുന്ന ഡ്യൂറിംഗ് ടു ദ വെന്റ് എയർപോർട്ട് ഈസ് ഷട്ട് ഡൗൺ 48 hours. കാറ്റ് കൊണ്ട് 48 മണിക്കൂർ അടച്ചേക്കും. പെരിയ ഡോക്ടർ അദ്ദേഹം ചെന്ന് എയർപോർട്ട് മാനേജർ പറഞ്ഞു, സാർ അമേരിക്കൻ പ്രസിഡന്റിനേക്കാളും വലിയ പുള്ളി ഞാനാണ് ഡോക്ടർ, അങ്ങനെയെങ്കിൽ എനിക്കൊരു വിമാനം. അന്നേരം പറഞ്ഞു, ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് അറിയത്തില്ല, വിമാനം വിട്ട് കടലിൽ വേണ്ടി ചത്തുവാനോ? ഒരു വണ്ടി എടുത്താൽ 9 മണിക്കൂർ നിങ്ങൾക്ക് ആ സ്റ്റേറ്റിലെത്താം. ഡോക്ടർ ചൂടായി പുറത്ത് വന്ന് റെൻ്റേ കാർ എടുത്തു. നമ്മൾ ഈ ഗണപതിക്കല്ല് വഴി അങ്ങ് തമിഴ്നാട് കയറുന്നില്ല, കടയാലുംമൂട് വഴി പോകുന്നത് പോലെ 9 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ 5 മണിക്കൂർ 5 മണിക്ക് വണ്ടി ഓടി. 9 മണിയായപ്പോൾ കൈ വിറയ്ക്കുന്നു. ഒരു കട്ടൻ കാപ്പിയില്ല, അപ്പോൾ കടകളില്ല. ഇങ്ങനെ പോകുമ്പോൾ ദാണ്ട് ഒരു വീട്ടിൻ്റെ മുമ്പ് 2 ചിമ്മിനി ലൈറ്റ്. ആ ഡോക്ടർ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. കോളിംഗ് ബെല്ലടിച്ചു. പെൺകുട്ടികളെല്ലാം എഴുതിക്കോ. ഒരു സഹോദരി ഇറങ്ങി വന്നു. ഡോക്ടർ എന്ന് പറഞ്ഞില്ല. മൈ നെയിം ഈസ് മാർക്ക്, കോൾഡ് ഈസ് ടു മച്ച്. എൻ്റെ പേര് മാർക്കെന്ന. ചൂട് കൂടുതൽ, അല്ല തണുപ്പ് കൂടുതൽ, കോൾഡ് ടു മച്ച്. ഒരു കാപ്പി ഇട്ട് തരുമോ? മേക്ക് എ കോഫി ഫോർ മൈ. ആ സഹോദരി ഇംഗ്ലീഷ് പറഞ്ഞു, ടേക്ക് യുവർ സീറ്റ്, ഐ മേക്ക് എ കോഫി ഫോർ യു വിത്തിൻ 5 minutes. 5 മിനിറ്റ് കൊണ്ട് നിനക്ക് കാപ്പി ഇട്ട് തരാം. അദ്ദേഹം അവിടെ ഇരുന്നു. വെള്ളം ഹീറ്ററിൽ തിളപ്പിച്ചു. മക്കളെ കേൾക്കണം. അടുത്ത മുറിയിൽ പോയി 5 വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് അമ്മ കരയുന്നു. ഡോക്ടർ മാർക്കിനെ കാണും. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്ക്. ഇദ്ദേഹത്തിൻ്റെ അകത്തൂടെ ഒരു അടിവാള്, ആകവാള് കത്തിയിറങ്ങി. ഇവൾ എന്തുവായി പറയുന്നത്, ഇതുവരെ കാണാത്ത. ചായ കൊണ്ടുവന്നു. കുടിച്ചപ്പോൾ ചോദിച്ചു, നിന്റെ ഭർത്താവ് എവിടെ? അദ്ദേഹം മരിച്ചുപോയി. ആരാ ഈ കുഞ്ഞ്? അവൾ പറഞ്ഞു, എനിക്ക് ഒരേക കുഞ്ഞാ, കഴിഞ്ഞ 2 വർഷമായിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റാ, ഇതിനൊരു സർജറി വേണം, പണമില്ല, ഈ ഞങ്ങളുടെ സ്റ്റേറ്റ് ഡോക്ടറില്ല. താങ്കളുടെ പേര് പറയുന്ന ഡോക്ടർ മാർക്ക് എന്നൊരാൾ അടുത്ത പട്ടണത്തിലുണ്ട്, കാണാൻ കാശില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക. അദ്ദേഹം ചോദിച്ചതാ, നിന്റെ കൈ ബൈബിൾ ഉണ്ടോന്ന്. സ്വത്ര അവൾ പറഞ്ഞു, ബൈബിളുണ്ട്, കൊണ്ടുവരാൻ പറഞ്ഞു. നിരീശ്വരവാദിയായിരുന്നു ഡോക്ടർ. ആ ബൈബിൾ ഡോക്ടർ മേടിച്ചിട്ട് അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എയർപോർട്ടിൽ വന്നപ്പോൾ പ്ലെയിൻ ഇല്ലാതിരുന്നതും എൻ്റെ കാറ് നിൻ്റെ വീട്ടിന് മുമ്പിൽ കറക്റ്റ് ചവിട്ടി നിർത്തണമെങ്കിൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. അവിടെ വെച്ച് ഡോക്ടർ മാർക്ക് പറഞ്ഞു, ജീസസ് ഈസ് അലൈവ്, യേശു ജീവിക്കുന്നു. അദ്ദേഹം കരിസ്മാറ്റിക് കൺവെൻഷനിലോ ഇവിടെ നമ്മുടെ കോവളത്തോ അല്ലെങ്കിൽ കാട്ടാക്കടയോ വന്നിട്ടല്ലോ, ഒരു സഹോദരിയുടെ കണ്ണുനീരിൻ്റെ മുമ്പിലാണ് ഈ കൺവെൻഷൻ. 2 ദിവസം കൂടെ നീളും. ഇന്ന് രാത്രി പറയണം, ആ സഹോദരിക്ക് മാത്രമല്ല, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥ. ഇന്ന് രാത്രി
സഹോദരി, ദൂതേറ്റെടുത്തുകൊണ്ട് ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങാവൂ. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, എങ്കിലും നീ താഴ്വരയിൽ കുഴികളെ വെട്ടി പ്രാർത്ഥിച്ചാൽ നിന്റെ ശൂന്യതകളെ മാറ്റുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴി. അവസാന ഭാഗം: 1, സൂര്യൻ ഉറങ്ങും, അതിനു മുമ്പ് നീതി സൂര്യൻ. 2, ആകാശത്തിൽ നിന്ന് പാറ, ആ പാറ വീഴുന്നതിന് മുമ്പ് ക്രിസ്തുവാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ. 3, വെള്ളത്തിനകത്ത് ഇൻഫെക്ഷൻ, അതിനു മുമ്പ് ജീവജല നദിയുടെ ഉറവയിൽ നിന്ന് പാനം ചെയ്തവരെ ചേർക്കാൻ യേശു വരും. 4, രക്തവെള്ളം ഇവിടെ ഒഴുകും, അതിനു മുമ്പ് ചങ്കില ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ യേശു വരും. 5, മുല്ലപ്പെരിയാർ പൊട്ടുന്നൊരു ശബ്ദം കേൾക്കാറായി, അതിനു മുമ്പ് കാന്തന്റെ കാഹളം കേൾക്ക്. സകല മലകളും സകല കുന്നുകളും നീങ്ങും. ഇന്ന് രാത്രി രാജാക്കന്മാരെല്ലാം ഇവിടുന്ന് ഓടുമ്പോൾ നമ്മുടെ ഒരു പ്രത്യാശ, കരമുയർത്തി പറ, എല്ലാ കരങ്ങളും ഉയരട്ടെ. ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. വീരനായ ദൈവം അത്ഭുത മന്ത്രിയായി 1000 ആണ്ട് തൻ്റെ സഭയെ ചേർക്കാൻ യേശു വരാറായി. ഹല്ലേലൂയ. വലത് കരം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. മഹത്വം 2026. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക.